വന്ദേമാതരം തടഞ്ഞാൽ അത് ശിക്ഷയായിരിക്കുമെന്ന പരസ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി കേരള മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM മുഹമ്മദ് റിയാസ് MLA. ഇരുവരും ശിക്ഷയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കുകയാണ്. വന്ദേമാതരം മുഴുവൻ പാടണമെന്ന് BJP വാശി പിടിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. യഥാർത്ഥ അജണ്ടകളിൽ നിന്നും വഴിമാറ്റാനുള്ള BJP തന്ത്രമാണത്. BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലാണ് കേരളത്തിലെ UDF സർക്കാർ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. വന്ദേമാതരത്തിന്റെ മുഴുവൻ ഈരടികളും ബഹുസ്വര സമൂഹത്തിന് ഉൾക്കൊള്ളാനാവുന്നതല്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. വന്ദേമാതരത്തിൽ ആദ്യ 2 ഈരടികൾ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ്. അത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനുൾപ്പെടെ ഉപയോഗിച്ചതാണ്. എന്നാൽ വന്ദേമാതരം മുഴുവൻ ഈരടികളും ബഹുസ്വര സമൂഹത്തിൽ അത് എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതല്ല. ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഈരടികളെങ്കിൽ വന്ദേമാതരം മുഴുവൻ പാടണമെന്ന് വാശി പിടിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. യഥാർത്ഥ അജണ്ടകളിൽ നിന്നും വഴിമാറ്റാൻ BJP ഉപയോഗിക്കുന്ന തന്ത്രമാണ്. അത് BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിലാണ് കേരളത്തിൽ UDF ഗവൺമെന്റ് ചെയ്യുന്നത്. വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് തടഞ്ഞാൽ അത് വലിയ ശിക്ഷയായിരിക്കുമെന്നുള്ള പരസ്യത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രി മാറുന്നു. അതാണ് ഡെയിലി 3 നേരം അവർ പറയുന്നത്.